ലിറ്റിൽ ബോയ് പറന്നുയർന്നു വീണത് ഒരുപാട് സ്വപ്നങ്ങൾക്കിടയിലേക്കായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട നിമിഷങ്ങൾ, എന്താ സംഭവിച്ചത് എന്ന് പോലും അറിയാൻ അവകാശമില്ലാതെ കടന്നുപോയവർ, ഒരുപക്ഷെ ഉറക്കമുണരാത്തവർ പോലും ഉണ്ടായിരുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധർ വരെ. ഒന്നുമറിയാതെ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ തേങ്ങൽ കാതിൽ കേൾക്കാം. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ഹിരോഷിമയിലാണ് ആദ്യമായി മനുഷ്യർക്ക് നേരെ ആറ്റം ബോംബ് ആക്രമണം നടന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു അണ്വായുധ പ്രയോഗം. പക്ഷെ അത് ഇന്നും ഉണങ്ങാത്ത മുറിവായി ലോകത്തിന്റെ മുന്നിൽ അവശേഷിക്കുന്നു. സൂര്യന് തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കി. പർവ്വത സമാനമായ പുക കൂണാകൃതിയിൽ 40,000 അടി ഉയരത്തിൽ വരെ ഉയർന്നു പൊങ്ങി. 1000 അടി ഉയരം വരെ പൊടിപടലങ്ങൾ ചുഴറ്റിയടിച്ചു. ഹിരോഷിമ നഗരത്തെ ഏതാണ്ട് പൂർണ്ണമായി നശിപ്പിച്ച സ്ഫോടനത്തിൽ 1,40,000 പേരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ബോംബ് വർഷത്തിന്റെ റേഡിയേഷൻ പിന്നെയും പതിറ്റാണ്ടുകളോളം ജപ്പാനെ വേട്ടയാടി. റേഡിയേഷൻ അതിപ്രസരത്തിൽ 1,50,000 പേർക്ക് പിൽക്കാലത്ത് ജീവൻ നഷ്ടമായി. അതിലും ഇരട്ടി ആളുകൾ രോഗം ബാധിച്ച് ദുരിത ജീവിതം നയിക്കുന്നു. യുദ്ധം തലമുറകളെ വേട്ടയാടുന്നു. വേണ്ട ഇനി യുദ്ധം എന്ന് കാലങ്ങളായി വിദ്യാർത്ഥികൾ മുതൽ ഈ സമൂഹം ഒന്നടങ്കം പറയുന്നുണ്ട്. എന്നിട്ടും യുദ്ധം ഇന്നും നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. പിടിച്ചടക്കാനും കീഴടക്കാനും യുദ്ധം. ഒടുവിൽ പൊലിയുന്നത് നിരവധി സ്വപ്നങ്ങളാണ്. വേണ്ട, നമുക്കിടയിൽ പോലും യുദ്ധം വേണ്ട, പിണക്കങ്ങൾ വേണ്ട, പകയോ വൈരാഗ്യമോ വേണ്ട, ഒന്നും പിടിച്ചടക്കാനുള്ള മത്സരം വേണ്ട. നമ്മിൽ നിന്നും തുടങ്ങാം യുദ്ധവിരുദ്ധ സന്ദേശങ്ങൾ. നേരുന്നു ശുഭദിനം.